ദൈവത്തിൻ്റെ മക്കൾ വിവേകത്തോടുകൂടെ നടക്കണം, വിവേകത്തോട് ജീവിക്കണം, ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ നടക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ അതിന് തടസ്സമായിട്ട് ഈ ലോകത്തിൽ 3 അപകടകരമായ ജ്ഞാനമുണ്ടെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. യാക്കോബ് 3:15 മുതൽ 17 വരെ വായിക്കുമ്പോൾ അവിടെ 3 തരത്തിലുള്ള ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ 3 ജ്ഞാനങ്ങളും പലപ്പോഴും അപകടകരമായിട്ട് മാറാം. അതിൽ ഒന്നാമത്തെ ജ്ഞാനമാണ് ലൗകികമായ ജ്ഞാനം, എർത്ത്ലി നോളജ്. ഇത് ലോകത്തിലുള്ള കാര്യങ്ങൾ, ലോകത്തിലുള്ള പല ഇൻഫർമേഷനും നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് എർത്ത്ലി നോളജ്. അത് കുഴപ്പമില്ല, പക്ഷേ എങ്കിലും അതൊരു പരിധി കഴിഞ്ഞാൽ പലപ്പോഴും മനുഷ്യനെ അപകടങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാൽ ലോകത്തിൻ്റെ ജ്ഞാനം ഭോഷത്വമാണ്. എന്നാൽ ഇതിൻ്റെയും അപ്പുറമായി, ഇതിൻ്റെയും മുകളിൽ ഇത് സകലവും ഒരുക്കിയിരിക്കുന്ന ഈ ലോകത്തെ സൃഷ്ടിച്ച ദൈവത്തിൽ നിന്ന് വരുന്ന ജ്ഞാനത്തിൽ നടക്കണം എന്ന് വേദപുസ്തകം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നു. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം നമ്മൾ പ്രാപിക്കണമെന്നും ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നു. രണ്ടാമത് മറ്റൊരു അപകടകരമായ ഒരു ജ്ഞാനമാണ് പ്രാകൃത ജ്ഞാനം, അൺസ്പിരിച്വൽ എന്ന് വേണമെങ്കിൽ ഇത് പറയാം. പ്രാകൃതമായ ജ്ഞാനം ഇത് ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുന്ന ഒരു കാര്യമാണ്. ഈ പ്രാകൃതമായ ജ്ഞാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിലുള്ളത് തന്നെയാണ്. പക്ഷേ മദ്യവും മയക്കുമരുന്നും കാമവും അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മളെ ഇന്ദ്രിയങ്ങളെ സുഖിപ്പിക്കുന്ന രീതികൾ, അതെങ്ങനെയാണെന്ന് നമ്മൾക്ക് പറഞ്ഞു തരുന്ന ചില രീതികൾ ഉൾക്കൊള്ളുന്നതാണ് ഈ പ്രാകൃതമായ ജ്ഞാനം. ഞാൻ പറയുന്നത് ഇച്ചിരി കട്ടിയായി പോകുന്നത് എനിക്കറിയാം, പക്ഷേ ഇത് പറയാതിരിക്കാൻ വഴിയില്ല. ഈ പ്രാകൃതമായ ജ്ഞാനം വളരെ അപകടകരമായ ഒരു ജ്ഞാനമാണ്. മൂന്നാമത് ഏറ്റവും അപകടം പിടിച്ച ഒരു ജ്ഞാനമാണ് പൈശാചിക ജ്ഞാനം, ഡിമോണിക് നോളജ്. പൈശാചിക ജ്ഞാനം, അതായത് പിശാചിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയുക. എങ്ങനെ മന്ത്രവാദം ചെയ്യാം, എങ്ങനെ ആഭിചാരം ചെയ്യാം, എങ്ങനെ ഗൂഢോത്രം ചെയ്യാം, എങ്ങനെ ഒരാളിനെ വശീകരിക്കാം, നരകത്തിൻ്റെ കാര്യങ്ങൾ എന്താണ്. നമ്മൾ കുറച്ച് ദിവസത്തിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? നരകത്തിൻ്റെ പരസ്യം എന്നുള്ള ടൈറ്റിലിൽ. അതുപോലെ എങ്ങനെ നരകത്തിലേക്ക് പോകാം എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ 3 തരം ജ്ഞാനങ്ങൾ, ഇത് 3ഉം പലപ്പോഴും അപകടങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നു, ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നു. എന്നാൽ എങ്ങനെ ദൈവത്തിൽ നിന്നുള്ള വിവേകം നമുക്ക് പ്രാപിച്ചെടുക്കാം, ദൈവം പറയുന്ന ജ്ഞാനം എങ്ങനെ പ്രാപിച്ചെടുക്കാം, അതിനുവേണ്ടി നമുക്ക് വായിക്കേണ്ട ഒരു ഭാഗമാണ് സദൃശവാക്യം 3:5 മുതൽ 7 വരെ. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ആശ്രയിക്കരുത്. നിന്റെ എല്ലാ വഴികളിലും ദൈവത്തെ അംഗീകരിക്കുക, ദൈവം നിന്റെ പാതകൾ നേരെയാക്കും. നിന്റെ ദൃഷ്ടിയിൽ നീ ജ്ഞാനി എന്ന് തോന്നരുത്, യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടകലുക. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ദൈവം തരുന്ന ജ്ഞാനം, വിവേകം നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയും. ലോകത്തിൻ്റെ അപകടകരമായ ജ്ഞാനങ്ങളിൽ നിന്ന് മാറി ദൈവം തരുന്ന ജ്ഞാനം പ്രാപിച്ച് വിവേകികളായിട്ട് നമുക്ക് ജീവിച്ച് സ്വർഗരാജ്യം നമുക്ക് അവകാശമാക്കാം. ഗോഡ് ബ്ലെസ് യു.